നമസ്കാരം. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളിവിടെ അവസാനമായി വന്നത് 2024 മെയ് മാസത്തിലാണ്. ശരിക്കും 2 വർഷത്തിന് ശേഷം അതേ സമയത്താണ് വീണ്ടും ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് വാരണാസിയുടെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. വാരണാസി റെയിൽവേ സ്റ്റേഷൻ ഒരു 600 മീറ്റർ മാറിയുള്ള ഹോളി ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ഇവിടെ 24 മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾക്ക് 900 രൂപയാണ് വാടക വന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ആദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ഞങ്ങളിവിടെ രാവിലെ തന്നെ എത്തിയതാണ്. ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി. ഇത്രയും വൈകാൻ കാരണം ഇവിടെ ഇപ്പം തന്നെ ചൂട് 43 ഡിഗ്രിയാണ്. ആ ഉച്ച സമയത്തൊക്കെ ഇതിനെക്കാട്ടും കൂടുതലായിരുന്നു ഉണ്ടായത്. കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് കരുതിയത്. ചൂട് കാറ്റാണ് വരുന്നത്. ഇതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ഒക്കെ ഇവിടെയാണ്. ഇനിയിപ്പോ ഇവിടുന്ന് ഞങ്ങൾ ഗൊഡോളിയ ചൗക്കിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഒരു 4 കിലോമീറ്ററിന്റെ മുകളിൽ ദൂരമുണ്ട്. അതായത് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം ഒക്കെ ഉള്ള ഒരു ഭാഗമില്ലേ, അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് നടന്നിട്ട് എന്തായാലും പോകുന്നില്ല, ഒരു വണ്ടി ആക്കിയിട്ട് പോവാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാശി വിശ്വനാഥ മന്ദിറിലേക്ക് 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇവിടെ രാവിലെ ആരതി നടക്കുന്നത് അസിഘാട്ടിൽ നിന്നാണ്. 5.9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘാട്ടും വൈകുന്നേരത്ത് ആരതി നടക്കുന്നത് ദശശ്മേധ് ഘാട്ടിൽ നിന്നാണ്. 4.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. പഞ്ചഗംഗ ഘാട്ടും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഘാട്ട് തന്നെയാണ്. ഞങ്ങളിപ്പോൾ ആ ഒരു ബോർഡിന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാളെ കുറച്ച് പേര് എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ആ വീഡിയോന്റെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് മനസ്സിലാവും. അത് മറ്റൊന്നുമല്ല, ഒരാളുടെ മൃതശരീരമാണ്. ഇവിടുന്ന് മരണപ്പെട്ടു പോയതാകാം. ഇനിയിപ്പോൾ നേരെ ഗംഗാതീരത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതാകാം. വാരണാസി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങാണേ. ഈ പുറത്തുനിന്ന് തന്നെ ഷെയർ വണ്ടികൾ എന്തായാലും വിളിക്കും. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഇവിടെ മൊത്തത്തിലിപ്പം ബിസിയാണ്. ഈ ഭാഗത്ത് വലിയ വൃത്തിയൊന്നുമില്ല. ഇവിടെ ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടിയിൽ പോവാൻ നോക്കാം. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു വണ്ടി കിട്ടി. ഇതൊരു ഷെയർ വണ്ടിയാണേ. 20 രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത്. 2 പേരും കൂടെ ആയാൽ വണ്ടി ഇവിടുന്ന് പോകും. പിന്നെ ഇവിടുന്ന് തന്നെ ബസ് സർവീസും ഉണ്ട്. ദേശീയ വണ്ടിയാണ്. ഇവിടെ ഒരുപാട് ഇതുപോലെയുള്ള വണ്ടികളുണ്ട്. വൈകുന്നേരത്ത് തന്നെയാണ് തിരക്ക് കൂടുതലും. ഒരുപാട് സൈക്കിൾ റിക്ഷകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഭയങ്കര ഹോണടിയാണ്. ഇവിടെ ഒരു പശുവൊക്കെ ഉണ്ട്. വേണ്ടതിനും വേണ്ടാത്തതിനും കിടന്ന് ഹോണടിക്കും. ശബ്ദം മലിനീകരണമാണ് മെയിനായിട്ട്. ഗൊഡോളിയ ചൗക്കിന്റെ അവിടെ വരെ ഞങ്ങൾ വണ്ടിയിൽ പോകുന്നില്ല. അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇറങ്ങി. കുറച്ചിനിപ്പം നടന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാന്ന് കരുതി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഇവിടുത്തെ ഹോണടിന്ന്. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. പിന്നെ നടക്കാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. ഇങ്ങനെ ഈ റോഡിൻ്റെ ഇതിലൂടെയൊക്കെ നടന്നങ്ങ് പോവാം. ഇവിടെയൊക്കെ ഒരുപാട് കടകളൊക്കെയാണ്. ഡ്രസ്സുകൾ തന്നെയാണ് കൂടുതലും. 2 ഭാഗത്തായിട്ടും കാണാം. ഇതൊക്കെ ഒരു സ്ട്രീറ്റ് ആണ്. ഞങ്ങളിതാ ഇതുവഴി തന്നെയാണ് നടന്നു പോകുന്നത്. ഈ വാരണാസിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈകുന്നേരം തന്നെയാണ് വരേണ്ടത്. അതായത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അധികം വെയിലൊന്നും തന്നെ ഇല്ല. ചൂടെന്തായാലും ഉണ്ട്. ആ വെയിൽ സഹിക്കണ്ടല്ലോ. ഒരു 4:30-ക്ക് ശേഷം ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ആരതിൻ്റെ സമയമാവും. ക്ഷേത്രത്തിലും പോയിട്ട് സുഖമായിട്ട് വരാം. ഓ, ഇവിടെ ബ്ലോക്ക് ആയല്ലോ. ഇവിടെ ചെറിയ കടയൊക്കെ ഉണ്ട്. അതാണ് ആൾക്കാരൊക്കെ ഇവിടുന്ന് സാധനങ്ങളും ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ വണ്ടികൾക്ക് പോകാൻ സ്ഥലമില്ലല്ലോ. അതാണ്.
ഇതെല്ലാം പ്രശ്നമായിട്ടാണുള്ളത്, എല്ലാം പ്രശ്നമായിട്ടാണുള്ളത്. ഇതുപോലുള്ള സൈക്കിൾ കൃഷിയില്ലേ, ഇതിൽ നമുക്ക് അവസാനം വരാം. അതായത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് നമുക്ക് ഇതിൽ പോവാം. എല്ലാം നമുക്ക് ട്രൈ ചെയ്യണം. ഇവിടെ തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു ജംഗ്ഷനിലാണിത്. ഇതാണ് ഗഡോളിയ ചൗക്കിന്റെ ഒരു ഭാഗം. ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ മുൻഭാഗത്തേക്ക് കാണാം. പണി നടക്കുന്നതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ വളരെ ചെറുതാണ്. വാരണാസിയിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രസിദ്ധമായതുമായ ഒരു സ്ട്രീറ്റാണ് ഗഡോളിയ. ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ബനാറസിലെ ഏറ്റവും പ്രസിദ്ധമാണ് പട്ടുസാരി. ഈ പട്ടുസാരിയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പാനീയങ്ങളൊക്കെ ഇവിടെ കിട്ടും. എന്തിനു പറയുന്നു, ലസ്സി, ചാട്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ലഹരിയുണ്ട്, ബാങ് എന്നാണ് അതിന്റെ പേര്. അതൊക്കെ കിട്ടുക ഈ ഒരു സ്ട്രീറ്റിൽ നിന്നാണ്. ആദ്യം തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോകും. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് പേര് ബോട്ട് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആരതിയൊക്കെ ബോട്ടിൽ നിന്നും വേണം കാണാം. അതിനൊക്കെ സൗകര്യമുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ടെക്സ്റ്റൈൽസുകളൊക്കെയാണ്. നമ്മൾ പട്ട് സാരീൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഇതാ ഇവിടെയൊക്കെ അങ്ങനെയുള്ള പട്ട് സാരികളുടെ കടകളൊക്കെയാണ്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് മാത്രമല്ല, ഇതാ ഇവിടെയും കാണാം. പിന്നെ ഈ ഒരു സ്ട്രീറ്റ് വഴിയും വണ്ടികളൊക്കെ പോകും കേട്ടോ. എനിക്ക് ഇതിലൂടെയും വണ്ടികളൊക്കെ ആക്കിയിട്ട് തന്നെ പോവാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടന്നിട്ട് കാണേണ്ടതാണ്. പിന്നെ ഇവിടെ ഹെൽമെറ്റ് ഒന്നും ആർക്കും നിർബന്ധമൊന്നും അല്ല. കൊച്ചു കുട്ടീനൊക്കെ കൂട്ടി പോകുന്നുണ്ട്, അവർക്ക് പോലും ഹെൽമെറ്റ് ഇല്ല. ഈ ഹെൽമെറ്റൊക്കെ വെക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവൻ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. ഈ ഫൈൻ അടിക്കാൻ വേണ്ടി മാത്രം അത് തലക്കെടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവൻ നമുക്ക് വലുതാണെങ്കിൽ തീർച്ചയായിട്ടും വെക്കും. ഇനി ഇതിലൂടെ ഒരുപാട് നടന്നിട്ട് വേണം ഇവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലേക്ക് എത്താൻ, കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക്. അപ്പം നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ എത്തുന്നത്. ഇവിടുത്തെ ഓരോ കടകളുടെയും ആ ഒരു ബോർഡൊക്കെ കണ്ട എല്ലാം ഒരുപോലെയാ. ബാഗുകളും ഡ്രസ്സുകളൊക്കെയാണ് ഈ ഭാഗത്ത്. രണ്ട് ഭാഗത്തും അങ്ങനെ തന്നെയാണ്. ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് നടന്നു പോകാനുള്ള ചെറിയൊരു വഴിയാണിത്. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇതിലൂടെ നടക്കാൻ നല്ല രസം, കാരണം ചൂടും ഇല്ല, വെയിലും ഇല്ല, ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് സാരികളൊക്കെ കാണാം. ഇതൊക്കെയാണ് വാങ്ങിക്കേണ്ടത്. പിന്നെ ഇതുപോലുള്ള ചെറിയ വളകളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസാ. പിന്നെ ഇവിടെ തന്നെ ലസ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഞങ്ങളുടെ ഈ മുന്നിലൂടെ ഈ ഒരു ചേട്ടൻ ഉന്തിക്കൊണ്ടുവന്നില്ലേ, ഇതാണ് പാനിപൂരി. ഞങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. നമുക്ക് ഈ റോഡിലൂടെ നടന്നു പോയാൽ ക്ഷേത്രത്തിന്റെ നല്ലൊരു കാഴ്ച കാണും. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കവാടാക്കിയതാ ഇതുവഴി കാണാം. മുഴുവൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് ലോക്കർ സൗകര്യമൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്ത് തന്നെയാണ് ഗ്യാൻവാപ്പി, അതായത് മസ്ജിദും ഉള്ളത്. കനത്ത സുരക്ഷയാണ് ഇവിടെയൊക്കെ. ഞങ്ങളിനി നേരെ ഇതിലൂടെ നടക്കുകയാണ്. ഏത് ഭാഗത്തും തിരക്ക് തന്നെയാണ്. വാരണാസിയിൽ 24 മണിക്കൂർ മൃതശരീരം ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് മണികർണിക ഘാട്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പം നവീകരണമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചയൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. മണികർണിക ഘാട്ട് ദേ ഇങ്ങോട്ടാണ്. ഈ വാരണാസിയിൽ കൂടുതലും ഇതുപോലെയുള്ള ഇടുങ്ങിയ വഴികളാണുള്ളത്. ഇവിടേക്ക് ഇതാ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്.
മിക്കവാറും നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഈ മൃതശരീരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മിക്കവാറും കാണാനുള്ളൊരു സാധ്യതയുണ്ട്. മണികർണിക ഘാട്ട് ഇങ്ങോട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ നവീകരണം ഉണ്ടെന്ന്. അതുകൊണ്ട് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇത്രയും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നടന്നു പോകുന്ന ഈ ഒരു വഴിയില്ലേ, ഇതിൻ്റെ ഓരോ ഭാഗത്ത് ഓരോരോ കടകളൊക്കെ കാണുന്നില്ലേ, അവരൊക്കെ ഇവിടെ താമസിക്കുന്നവർ തന്നെയാണ്. ഇവിടുത്തെ ഓരോരോ ജീവിതങ്ങളൊക്കെയാണ് അതൊക്കെ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുംതോറും ഒരു പ്രത്യേക സ്മെല്ലാണ്. എനിക്ക് തോന്നുന്നത് ആ ഒരു മൃതദേഹം എല്ലാം ദഹിപ്പിക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ലാകാനാണ് സാധ്യത. മൊത്തം വെള്ളമാണ്, നല്ല വഴുക്കലുണ്ട് ഇവിടെ, വൃത്തിയില്ല. അതാണ് ഭാഗത്തേക്ക് വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല. ഈ ഗ്യാപ്പിലൂടെ തന്നെ ഒരുപാട് വണ്ടികളും പോകും. ശരിക്കും വാരണാസി എന്ന് പറയുന്നത് വേറൊരു ലോകം തന്നെയാണ്, നമ്മളെ ഒരുപാട് വിസ്മയിപ്പിക്കുന്ന ലോകം. മണികർണിക ഘട്ടിൻ്റെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ ഒരുപാട് തുണികളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം നടന്നെത്തി ഇവിടെ. മണികർണിക ഘാട്ടിൻ്റെ നിലവിലത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ പണികളാണ്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ ആ ഒരു പഴയ നിർമ്മിതികളൊക്കെ കാണാം. വളരെയധികം പഴക്കമുള്ള ഒരു നിർമ്മിതികളൊക്കെയാണിത്. ഇനി ഇതിലൂടെ നടക്കുകയാണെങ്കിൽ ഇവിടെ ഇതാ ഒരുപാട് വിറകുകൾ അത്ര കാണാം. ഇവിടെ ഒരുപാട് ഭാഗത്തുണ്ട് ഇത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഈ ഭാഗത്താണ് ഒരുപാട് വിറകുകളുള്ളത്. മൃതദേഹം ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് എടുത്തു വരിക ഇങ്ങോട്ട്. മണികർണിക ഘാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയാണ്. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നൊരു ഭാഗം ഇതാ ഇവിടെയാണ്. ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇതവിടെ ഒരു മൃതദേഹം കൊണ്ടുവന്ന് വെക്കുന്നതൊക്കെ കാണാം. ഞാൻ ഇവിടെ എത്തിയൊരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, അത് മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെയൊക്കെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ കുറച്ച് പൈസയൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് അഹങ്കരിക്കും. എത്ര അഹങ്കരിച്ചാലും ഇത് തന്നെയാണ് അവസാനം നമുക്ക് വരിക. അത് ഓരോരോ മതത്തിനും ഓരോരോ രീതികളായിരിക്കുമല്ലോ. അവരിപ്പോൾ അവിടെ ഒരുപാട് പൂജകളൊക്കെയാണ് ചെയ്യുന്നത്. അവരുടെ കൂടെയുള്ളത് അവരുടെ കുടുംബാംഗങ്ങളാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് ശരീരങ്ങൾ ഇവിടുന്ന് ദഹിപ്പിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ല് തന്നെയാണ്. വാരണാസിയിലെ പ്രസിദ്ധമായ ദശശ്മേധ് ഘാട്ടിന്റെ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഗംഗാ നദിയൊക്കെ കാണണം. ഇവിടെ ഒരു 7 മണിക്കൂറിൽ തന്നെ ആരതിയും കൂടെ നടക്കും. ദശശ്മേധ് ഘാട്ടിന്റെ ഭാഗത്തേക്ക് പോവാണ്. പിന്നെ ആരതിയുടെ സമയമായി. ഒരുപാട് പേര് ബോട്ടിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. കാരണം ആരതി ബോട്ടിൽ നിന്ന് വേണമെങ്കിലും കാണാം. എനിക്ക് തോന്നുന്നില്ല നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റുന്നു. നല്ല തിരക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം മുന്നേ വന്ന സമയത്തൊക്കെ നേരത്തെ ഇവിടെ വന്ന് മുന്നിൽ നിൽക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് അന്ന് അടുത്ത് നിന്ന് കാണാൻ പറ്റി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്കൊക്കെ പോവാം. കാരണം തുടങ്ങാനുള്ള സമയം ആയിട്ടില്ല. പിന്നെ ആൾക്കാരിതാ ഇവിടെ മുതൽ തന്നെ ഇരുന്ന് തുടങ്ങി. നമുക്കെന്തായാലും അതിൻ്റെ നടുക്കൊക്കെ നടന്നു പോരാവോ നോക്കട്ടെ. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഒന്നും കാണൂല. പിന്നെ ഗംഗാജലമൊക്കെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ക്യാനുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്.
ഇതിലൂടെ നടക്കാം. ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഓരോ ഭാഗത്തായിട്ടും പോയിരിക്കാം. ദശശ്മേധ് ഘാട്ടിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ച ഇതാ ഇവിടെ നിന്ന് കാണാം. ഇത്ര ആൾക്കാരാണെന്ന് നോക്കി. അവിടെ ഈ ഭാഗത്താണ് ഗംഗ ആരതി നടക്കുക. നമുക്കിതാ ഈ ഏതെങ്കിലും ഭാഗത്തുനിന്ന് കാണാം. ഇനിയിപ്പോൾ ഇത് തുടങ്ങാനായിട്ടില്ലല്ലോ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് നടന്നിട്ട് വരാം. ഏത് വഴി വേണമെങ്കിലും പോവാം. നമ്മൾ നേരത്തെ പോയ മണികർണിക ഘാട്ടൊക്കെ അങ്ങ് അവിടെയാണ്. ഇവിടെ ഓരോ ഘട്ടിനും ഓരോരോ പേരുകളാണ്. ഇത് മാൻമഹൽ ഘാട്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് നടന്നാൽ ആ ഭാഗത്തെത്തുമ്പോൾ അത് വേറെ ഘാട്ടാണ്. ബോട്ടിങ് ഇതാ ഈ ഭാഗം വരെ ഉണ്ട്. ഇവിടെ ഗംഗാരതി അല്ലാതെ ഇവിടെയൊക്കെ വന്നിരിക്കാനും അടിപൊളിയാണ്. ജസ്റ്റ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു വാരണാസി. ഈ ആരതി തുടങ്ങാനുള്ള സമയമായതുകൊണ്ട് ഇപ്പം എവിടെയും ബോട്ടിങ്ങിനുള്ള ഒരു ആൾക്കാർ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ തന്നെ ഇങ്ങനെ നടന്ന് നമുക്ക് മണികർണിക ഘാട്ടിൻ്റെ ഭാഗം വരെ പോവാം. അവിടെ ഇപ്പോൾ ഒരു പണി നടക്കുന്നതുകൊണ്ടാണ് അവിടത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. അല്ലെ നമുക്ക് ഇതിലൂടെ തന്നെ അങ്ങ് നടന്ന് പോകാമായിരുന്നു. ഈ വാരണാസിയിൽ തന്നെ 80-ലധികം ഘാട്ടുകളാണ് ആകെയുള്ളത്. കൂടാതെ തന്നെ 7 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ സമീപത്തായിട്ട് ഇതൊക്കെ ഘാട്ടുകളൊക്കെ വ്യാപിച്ച് കിടക്കുന്നത്. എൻ്റെ പിറകിലായിട്ട് കാണുന്നില്ലേ അങ്ങ് ദൂരത്തായിട്ട് ഒരു പാലം, അത് റെയിൽവേ പാലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാശി തമിഴ് സംഗമം എക്സ്പ്രസ്സിന് വന്ന സമയത്ത് വാരണാസി ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ, അതായത് കാശി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതിന് മുന്നേ കാണുന്ന ഒരു പാലമാണ് അത്. ആ പാലം അങ്ങ് ദൂരത്താണ്. അത് ഗംഗാ നദിയിലൂടെ ഈ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബോട്ട് യാത്ര ചെയ്യാൻ പറ്റുക. അധികം വെയിലൊന്നുമില്ലല്ലോ. ഒരു ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആരതി തുടങ്ങാനുള്ള സമയമാവും. ബോട്ടിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കയറുന്ന സമയത്ത് പൈസ അത്രയും ബാർഗൻ ചെയ്തിട്ട് മാത്രം കയറുക. ചെറിയ റേറ്റിൽ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ബോട്ടുകൾ കിട്ടും. നിങ്ങൾ ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ തന്നെ ബോട്ട് സർവീസ് കിട്ടും. ഇത് മറ്റൊരു ഘാട്ടാണ്, ത്രിപുർ ഭൈരവി ഘാട്ട്. പിന്നെ അവിടെ മലയാളമൊക്കെ എഴുതി കാണാം നമുക്ക്. ഇവിടെ ഒരുപാട് റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ തന്നെ ഒന്ന് കാണാം. ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു കിട്ടില്ല വ്യൂ അല്ലേ കിട്ടുന്നത്. അതെന്തായാലും അടിപൊളിയായിരിക്കും. നമ്മളിനെന്തായാലും കുറച്ച് ഭാഗം കൂടെ നടന്നു പോകുന്നുള്ളൂ. കാരണം നമുക്കെന്തായാലും തിരിച്ച് ആരതി കാണേണ്ട ഒരു സമയമാകാനായി. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാം കേട്ടോ. ഞങ്ങളാ താഴെയായിരുന്നു ഇത്ര നേരം നിന്നത്. ഏറ്റവും മുകളിലേക്ക് വന്നു. ഇവിടുന്ന് ആരതിയുടെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഗംഗാരതിയൊക്കെ കണ്ടു. ഇനി നേരെ ഗൊഡോലിയ ചൗക്കിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ചാട്ടും അതുപോലെ തന്നെ ലസ്സിയും. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയിലെ ഗംഗാരതിയൊക്കെ കണ്ട് മടങ്ങി പോകുന്ന ആൾക്കാരുടെ തിരക്കൊന്ന് നോക്കിയേ. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ് ഈ ഒരു സ്ട്രീറ്റ്. ഇവിടെ ഒരുപാട് കടകളുണ്ട്, അതായത് ലസ്സിയൊക്കെ കിട്ടുന്നത്. നമുക്കതിൽ നല്ലത് ഏതാണെന്ന് വെച്ച് അവിടെ പോവാം. കാരണം ഈ ഒരു സമയത്ത് ഒരു തണുത്ത സാധനം കുടിക്കാൻ വേറെ തന്നെ ഒരു ആശ്വാസമാണ്. ബാബ തണ്ട എന്നൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ബാങ് വിൽക്കുന്ന ആ ഒരു കട. ഇത് പ്രൈവറ്റ് കടയാണ്, സർക്കാർ കടയല്ല. സർക്കാരിന്റെ വേറെ തന്നെ ഉണ്ട്. ഇതൊരു ചെറിയൊരു ലഹരിയാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്.
നമുക്ക് എന്നാലും ഇവിടുന്ന് ലസ്സി വാങ്ങിക്കാം. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഇതിന്റെയൊക്കെ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു ലസ്സി പറഞ്ഞ ഇതിന് 50 രൂപയാണ്. ഇത് ശരിക്കും കൊണ്ടുവന്ന് തരുന്നത് ഒരു കളിമണ്ണിന്റെ ഒരു പാത്രത്തിലാണ്. സംഭവമൊക്കെ ഒരു അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചു നോക്കട്ടെ. ഈ ചൂടത്ത് ഇത്രയും നടന്നു വന്നില്ല നവി, ഈ ഒരു തണുത്ത ലസ്സി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമല്ലേ, ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് കടകളിൽ ചായ വെക്കുന്നുണ്ട്. ചൂട് സമയത്ത് ഏതായാലും ചായ കുടിക്കുന്നത് ശരിയല്ലല്ലോ, കാര്യമാണ്. അതുകൊണ്ട് ഈ തണുപ്പ് ഈ ലസ്സി കുടിക്കുന്നത് തന്നെയാണ് എന്താ പറയാ നല്ലൊരു ഉത്തമം. ലസ്സി കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ 2 കുൽഫി വാങ്ങിച്ചേ. ഇത് കഴിച്ച ഉടനെ തന്നെ നമുക്ക് ചാട്ട് കഴിക്കാൻ പോവാം. വാരണാസിയിലെ പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നാണ് ചാട്ട്. ഇവിടെ കാശി ചാട്ട് ബന്ദാർ എന്നുള്ളൊരു ഷോപ്പൊക്കെ ഉണ്ട്. ഈ ചാട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോഴേ തന്നാലും ഇത് കിട്ടൂല. അവിടെയാണ് ഇതിൻ്റെ കൗണ്ടറൊക്കെ. ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊരു തിരക്കാണെന്ന് നോക്കി. ഒരു ചെറിയൊരു ഷോപ്പിൽ പോലും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ മറ്റും കടകളൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു ഷോപ്പ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കാൻ സെക്യൂരിറ്റി വരെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെ കാണുന്ന ഈ ഷോപ്പില്ലേ, ഇത് ബാങ് ഷോപ്പാണ്. ഞങ്ങളിതെന്തായാലും ഇവിടുന്ന് ട്രൈ ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ സൈക്കിൾ റിക്ഷയിലാണ് പോകുന്നത്. 2 പേർക്കും കൂടെ 100 രൂപയാണ് പറഞ്ഞത്. അതായത് ഒരു 4 കിലോമീറ്ററിന് മുകളിൽ പോകാനുണ്ടല്ലോ. ഈ സമയത്ത് ഇവിടെ കൂടുതലും സൈക്കിൾ റിക്ഷയാണ് കണ്ടത്. പിന്നെ അത് തന്നെ ആക്കി. നേരത്തെ നമ്മൾ വന്നത് ഇതുപോലെയുള്ള ഒരു വണ്ടിയിലായിരുന്നല്ലോ. തിരിച്ചു പോകുമ്പം ഇതിൽ പോകാമെന്ന് കരുതി. ചവിട്ടുന്നൊക്കെ നമുക്ക് കാണാം. ഒരുപാട് സൈക്കിൾ റിക്ഷകളുണ്ട് ഇവിടെ. രാത്രിയിൽ ഇനിയും ഇവിടുത്തെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല. ഇത് ബനിയാബാഗ് എന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു വാരണാസിയിൽ തന്നെ ക്ഷേത്രമുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഇനിയുണ്ട് ഒരു 3 കിലോമീറ്ററിന് മുകളിലുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മൾ ഈ ഒരു സൈക്കിൾ റിക്ഷാക്കി വന്നാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഈ വണ്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എത്തും, എന്നാലും കുറച്ചെങ്കിലും ഒരുപാട് സമയമെടുക്കും. ആ ഒരു സമയമൊക്കെ കണക്കിലെടുത്ത് മാത്രം ഇതാക്കി വരിക. ഇപ്പോൾ നല്ല ബ്ലോക്കാണ്. ഇതൊരു ജംഗ്ഷനാണ്. വണ്ടികളെല്ലാം തോന്നുന്ന പോലെയാണ് വരുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വാരണാസി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 9:10 സമയം. രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് മനോഹരാണ് റെയിൽവേ സ്റ്റേഷന്റെ ഈ ഒരു മുൻഭാഗമൊക്കെ. ഇനിയിപ്പോ ഞങ്ങളുടെ റൂമുള്ളത് ഈ റെയിൽവേ സ്റ്റേഷന്റെ മറ്റൊരു ഭാഗത്താണ്. അതായത് ബാക്ക് ഗേറ്റിലേക്ക് വേണം പോവാൻ. അപ്പൊ നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ നടന്നിതാ റൂമിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക്. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിന്റെ ഒരു കടകളൊക്കെ കണ്ടില്ലേ. ഈ ബാങ്ക് വാരണാസിയിൽ വിൽക്കുന്ന തന്നെ ഗവൺമെന്റ് ആ ഒരു രീതിയിൽ തന്നെ, അതായത് നിയമപരമായിട്ട് തന്നെയാണ്. അതായത് ഗവൺമെന്റ് അംഗീകൃത കടകൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം എന്താണ് ബാങ്ക് എന്ന് വെച്ചാൽ അതൊരു ലഹരി പദാർത്ഥമാണ്. ഈ കഞ്ചാവില്ലേ, അതിന്റെ എന്താ പറയാ ഇലയും പൂക്കളൊക്കെ വെച്ച് അരച്ചുണ്ടാക്കിയിട്ടാണ് ആ ഒരു ലഹരി പദാർത്ഥം ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാല് ഇപ്പം പാല്, ബദാം, പഞ്ചസാര, ഉണക്കമുന്തിരി അതിനൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ തണ്ടായി എന്നാ പറയാ. നമ്മളത് കണ്ടില്ല ഒരുപാട് ഷോപ്പുകൾ. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാല് എന്തായാലും ലഹരി കിട്ടും. ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി. കാരണം വെച്ചാൽ ഈ വാരണാസിയിൽ ഈ പറഞ്ഞ ബാങ്ങായാലും ഇതിന്റെ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു സാംസ്കാരികപരമായിട്ട് കിട്ടുന്ന ഫുഡ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലഹരി കയറും. പിന്നെ നമുക്കൊന്നും ചില സമയത്ത് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഞങ്ങൾ പിന്നെ അതിനൊന്നും പോകില്ല. കാരണം ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കലോ ഒന്നും നടക്കൂല. അത് ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾ അടുത്ത ദിവസം പോകുന്നു ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലേക്ക്. ലക്നൌവിന്റെ കാഴ്ചകളാണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വാരണാസിയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ ഒരു ബൈ.